പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കേരള പോലീസിന്റെ സൈഡിൽ നിന്നും പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ്. ആ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. മറക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഒരുപക്ഷെ നിങ്ങൾ അവസാനം വരെ കാണുമ്പോഴത്തേക്കും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ടാകാം. ചാനൽ ആദ്യമായിട്ട് വേണോ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ ജോബ് ന്യൂസുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഫ്രണ്ട്സ്, ആദ്യമായിട്ട് തന്നെ പുരുഷന്മാർക്കായിട്ടുള്ള റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ നോക്കാം. കേരള പോലീസിൽ നിന്നാണ് ഇത് വിളിച്ചിട്ടുള്ളത്. 15/3/2021 ഈ ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 21/4/2021 ഏപ്രിൽ 21 വരെയാണ് അവസാന തീയതി പറഞ്ഞിട്ടുള്ളത്. SI പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ST കാർക്ക് ഷെഡ്യൂൾഡ് ട്രൈബിന് മാത്രമാണ് അപേക്ഷിക്കാനായിട്ടുള്ള അവസരം. സാലറി സ്കെയിൽ നോക്കിയാണെങ്കിൽ 32,300 രൂപ മുതൽ 68,700 രൂപ വരെയാണ്. വേക്കൻസി 6 വേക്കൻസികളാണ് പറഞ്ഞിട്ടുള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. 20-നും 36 വയസ്സിനും ഇടയ്ക്കുള്ള യുവാക്കൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന റിക്രൂട്ട്മെന്റ് ആണ്. 2/1/1985-നും 1/1/2001-നും ഇടയ്ക്ക് ജനിച്ചിട്ടുള്ളവരായിരിക്കണം. ക്വാളിഫിക്കേഷൻ നോക്കിയാണെങ്കിൽ ഗ്രാജുവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അപ്രീഷിയബിൾ ആയിട്ട് അല്ലെങ്കിൽ ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസും പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ മെഷർമെന്റ് കാര്യങ്ങൾ നോക്കിയാണെങ്കിൽ 160 സെന്റിമീറ്റർ ഹൈറ്റും ചെസ്റ്റ് 81 5 സെന്റിമീറ്റർ എക്സ്പാൻഷനും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ വിഷന്റെ കാര്യങ്ങളും നിങ്ങൾ ജസ്റ്റ് ഇവിടെ നോക്കി മനസ്സിലാക്കുക. അടുത്തതായിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളാണ്. അത് ഒരു മെഡിക്കൽ ഓഫീസറിനെ കൊണ്ട് നിങ്ങൾ ഫില്ല് ചെയ്യിപ്പിക്കേണ്ടതായിട്ട് വരും. അടുത്തതായിട്ട് നമ്മുടെ ഫിറ്റ്നസ് ഇവന്റ് ആണ്, ഫിസിക്കൽ ഇവന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. 100 മീറ്റർ ആണ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട്, ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ, റോപ്പ് ക്ലൈംബിംഗ്, പുള്ളപ്സ് ഓർ ചീനിങ്, 1500 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ 8 ഇവന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എല്ലാ അലവൻസസും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിനെ സബ്മിറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് PSC വഴി 1 ടൈം രജിസ്ട്രേഷൻ ആണ്. www.keralapsc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 21/4/2021 ആണ്. ഇതിന്റെ വെബ്സൈറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അടുത്തതായിട്ട് സ്ത്രീകളുടെ ആ ഒരു റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ആണ്. ഇതും സെയിം ഡേറ്റിലാണ് റിലീസ് ആയിട്ടുള്ളത്. സെയിം ഡേറ്റ് തന്നെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നതും. ഏപ്രിൽ 21 വരെയാണ് അപേക്ഷിക്കാനായിട്ടുള്ള അവസരം. കേരള പോലീസ് ആണ്. വുമൺ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ആണ് വിളിച്ചിട്ടുള്ളത്. ST ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. 32,300 രൂപ മുതൽ 68,700 വരെയാണ് സാലറി പറയുന്നത്. ഒരു വേക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. 20-നും 36-നും ഇടയ്ക്കുള്ള സ്ത്രീകൾക്കാണ് അപേക്ഷിക്കാനായിട്ടുള്ള അവസരം. 2/1/1985-നും 1/1/2001-നും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ് ചോദിക്കുന്നത്. ഫിസിക്കൽ മെഷർമെന്റ് 150 ആണ് ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത്. ഐ വിഷന്റെ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അടുത്തതായിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. അതൊരു മെഡിക്കൽ ഓഫീസർ വഴിയാണ് നിങ്ങൾക്ക് അത് റെഡിയാക്കേണ്ടത്. ഓക്കെ, അടുത്തതായിട്ട് ഫിസിക്കൽ ഇവന്റ്സിന്റെ കാര്യങ്ങളാണ്. 8 ഇവന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. 100 മീറ്റർ റൺ, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ഷോട്ട്, 200 മീറ്റർ റൺ, ത്രോയിങ് ദ ത്രോ ബോൾ, അടുത്തതായിട്ട് ഷട്ടിൽ റേസ്, സ്കിപ്പിംഗ്. ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ ഇവന്റ്സിൽ വരിക. അടുത്തതായിട്ട് എല്ലാ അലവൻസസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപേക്ഷിക്കേണ്ട രീതി www.keralapsc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ്. അവസാന തീയതി 21/4/2021 ആണ്. വെബ്സൈറ്റ് കാര്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മാക്സിമം സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.